إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وتلك الجنة التي أورثتموها بما كنتم تعملون സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസവും സൽക്കർമ്മവും പരസ്പര പൂരകങ്ങളാണ്. വിശ്വാസം ശരിയാകാത്തവന്റെ കർമ്മങ്ങൾ ഫലശൂന്യമാണ്. കർമ്മങ്ങൾ ചെയ്യാത്തവന്റെ ഈമാനാകട്ടെ പൂർണ്ണവുമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അൽ ഈമാൻ വൽ അമലു സ്വാലിഹ്, വിശ്വാസവും സൽക്കർമ്മവും ചേർത്തി പറയുന്ന 75 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് മാത്രമേ പാരത്രിക ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പ്രതിഫലം കൊടുക്കാനാണ് മരണാനന്തര ജീവിതം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഉലൈക ലഹും മഗ്ഫിറ, തീർച്ചയായും അവർക്കുള്ളതാണ് പാപമോചനം. വരിസ്ഖുൻ കരീം, മാന്യമായ ഉപജീവനവും എന്ന് സൂറത്തു സബഇന്റെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അഥവാ വിജയത്തിന്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് വിശ്വാസം പ്ലസ് കർമ്മം സമം സ്വർഗം എന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഒരു സൽക്കർമ്മവും പാഴാക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച പ്രത്യേകം പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്ത് അൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്,
തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്കുള്ളതാണ് ജന്നാത്തുൽ ഫിർദൗസ്, സ്വർഗത്തിലെ ഉന്നത സ്ഥാനം സൽക്കാരമായി ലഭിക്കുക എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഒരു കർമ്മം പോലും അധികം ചെയ്യാൻ സാധിക്കാത്ത, സൽക്കർമ്മങ്ങളില്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത പരലോകത്ത് ചെന്നു നിൽക്കുമ്പോൾ അവിടെ നമുക്ക് കർമ്മങ്ങളില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മർറ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറിൻ ദുഫിന ഹദീസ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഒരിക്കൽ ഒരു പുതിയ ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. മറമാടപ്പെട്ട് നനഞ്ഞ മണ്ണുള്ള, കണ്ടാൽ തന്നെ ഇതൊരു പുതിയ ഖബറാണ് എന്ന് ആർക്കും തോന്നുന്ന ഒരു ഖബറിനരികിലൂടെ ഞങ്ങൾ നടന്നുപോയി. ഫഖാൽ, അപ്പോൾ ആ ഖബറിനെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, റക്അതാനി ഖഫീഫതാനി ബിമാ തഹ്കിറൂന വതൻഫിലൂൻ. നിങ്ങൾ നിസാരമായി കാണുന്ന, നിങ്ങൾ സുന്നത്തായി നിർവഹിക്കുന്ന 2 റക്അത്ത് ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന നമസ്കാരമില്ലേ, യസീദുഹുമ, അത് രണ്ടും അധികരിപ്പിക്കുക എന്നത്, ഹാദാ ഫി അമലിഹി, ഇദ്ദേഹത്തിന്റെ സൽക്കർമ്മത്തിൽ, അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാക്കും, ഈ ദുനിയാവിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും അയാൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് 2 റക്അത്ത് അധികം നമസ്കരിച്ചിരുന്നെങ്കിൽ എന്നാണ്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. മരണാനന്തരമുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരു 2 റക്അത്ത് അധികം ലഭിച്ചിരുന്നെങ്കിൽ എന്ന്, ഒരു സുബ്ഹാനല്ലാഹ് അധികം ചൊല്ലിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ അയാൾ എത്തിയിട്ടുള്ളത് എന്ന് പുതിയ ഖബറിനെ ചൂണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മരണം മുന്നിൽ കാണുന്ന നേരത്ത് പോലും ഒരു കർമ്മം ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് പാഴാക്കരുത്, മാറ്റിവെക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇൻ ഖാമത്തിസ് സാഅ, ലോകാവസാനം സംഭവിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, വഫിയദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പന തൈയുണ്ട്, ഫല്യഗ്രിസ്ഹ, എങ്കിൽ അത് നിങ്ങൾ കുഴിച്ചിടണം എന്നാണ്. എന്താണ് സഹോദരങ്ങളെ അതിന്റെ അർത്ഥം? ഇനി ഒരിക്കലും ഒരു മരം കുഴിച്ചിട്ട് അത് വലുതായി അതിൽ ഫലം കായ്ച്ച് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അന്ത്യനാൾ സംഭവിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ട സന്ദർഭമാണ്. കയ്യിൽ ഒരു ചെടി നടാൻ കഴിയുന്ന സമയമുണ്ട്, എങ്കിൽ നിങ്ങളത് നട്ടുപിടിപ്പിക്കണം എന്ന് പറയുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് അൽ ഹല്ലു, ശക്തമായ പ്രേരണയുണ്ട്, അലസ്തിംറാരിയത്തിൽ അമൽ ഫിൽ ഖൈർ, നന്മയുടെ കാര്യങ്ങളിൽ കർമ്മ നൈരന്തര്യം വേണം. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ നിരന്തരമായി മുന്നോട്ട് പോകണം. ഏതുവരെ? ഇല ആഖിരിൽ ഹൽത്തിൻ ഫിൽ ഉംർ, ആയുസ്സിന്റെ അവസാന നിമിഷമാണെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ അതീവ താല്പര്യമുണ്ടാകണം, കർമ്മ നൈരന്തര്യം കൈമുതലാക്കണം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് മരണശേഷം നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന തിരിച്ചറിവ് മരണത്തിന് മുമ്പേ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് സഹായകമാകണം. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജിനാസ, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ജനാസയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ഫജലസ അലാ ഷഫീരിൽ ഖബർ, ആ ജനാസ ഖബറടക്കാനുള്ള ഖബറിന്റെ വക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഇരുന്നു. ഫബകാ, ഖബറിലേക്ക് നോക്കി റസൂലുള്ള കരയാൻ തുടങ്ങി. ഹത്താ ബല്ലസറ, പ്രവാചകന്റെ കണ്ണുനീര് പ്രവാചകൻ ഇരുന്ന സ്ഥലത്ത് മണലിൽ വീണ് മണൽ നനഞ്ഞു കുതിരുമാര് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. സുമ്മ ഖാൽ, എന്നിട്ട് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദു, ഇതുപോലൊരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങണം കേട്ടോ. ഇതുപോലെ നിങ്ങളും മരിച്ച് ഖബറിലേക്ക് വെക്കപ്പെടുന്ന ഒരു നേരം വരും, ആ സമയത്തേക്ക് വേണ്ടി അധ്വാനിക്കണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു എന്ന് അൽ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ധാരാളം സൽക്കർമ്മങ്ങളുമായി പരലോകത്ത് ചെല്ലുന്നവൻ പോലും അവിടുത്തെ അവസ്ഥ കണ്ട് അല്പം കൂടി ചെയ്യാമായിരുന്നു എന്ന് തിരിഞ്ഞു ചിന്തിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ള പറയുകയാണ്, ലൗ അന്ന റജുലൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, യുജറു അലാ വജീഹി, അവന്റെ മുഖം നിലത്ത് വലിച്ചിഴച്ച് അധ്വാനിക്കുകയാണ്,
മിൻ യൗമി വുലിദ, താൻ ജനിച്ച ദിവസം മുതൽ, ഇലാ യൗമി യമൂതു ഹറമ, വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന ദിവസം വരെ, ഫീ മർലാത്തില്ല, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പുണ്യം ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങളിൽ മുഖം നിലത്ത് വലിച്ചിഴച്ച് ജനിച്ച ദിവസം മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന ദിവസം വരെ ഒരാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും ലഹഖറഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ കുറഞ്ഞുപോയോ എന്നവൻ ചിന്തിക്കും എന്നാണ്. അല്പം കൂടി ആകാമായിരുന്നു, എനിക്ക് ഇതിലേറെ ദിക്റുകൾ ചൊല്ലാമായിരുന്നു, എനിക്ക് കൂടുതൽ ദാനധർമ്മം ചെയ്യാമായിരുന്നു, എന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ അല്പം കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തവൻ പോലും കുറഞ്ഞുപോയോ എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും അഭിമുഖീകരിക്കാനുള്ളത് എന്ന ബോധം നമ്മളെപ്പോഴും നിലനിർത്തേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശപ്പെടുത്തി കൊടുക്കുന്ന പ്രതിഫല ഗേഹമാണ് സ്വർഗം എന്ന് ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, യാ ഇബാദ് ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ, എന്റെ അടിമകളെ, ഇന്ന് നിങ്ങൾ പേടിക്കണ്ട, ഇന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല. അല്ലദീന ആമനൂ ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചവരാണ് നിങ്ങൾ. വകാനൂ മുസ്ലിമീൻ, നിങ്ങൾ സർവ്വതും സമർപ്പിച്ചവരായിരുന്നു. ഉദ്ഖുലുൽ ജന്ന, അതുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. അൻതും വഅസ്വാജുക്കും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും ആഹ്ലാദഭരിതരായി സന്തോഷത്തോടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. എന്നിട്ട് ആ സ്വർഗത്തിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകമുണ്ട്. എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനമാണ്. സൂറത്തു സുഖ്റുഫിന്റെ 72-ാമത്തെ ആയത്താണ്. അല്ലാഹു പറഞ്ഞു, വതിൽകൽ ജന്ന, ആ സ്വർഗമുണ്ടല്ലോ, വതിൽകൽ ജന്ന, അതാകുന്നു സ്വർഗം, അല്ലത്തി ഊരിസ്തുമുഹ, ഞാൻ അവകാശപ്പെടുത്തി കൊടുക്കുന്ന സ്വർഗം, ഞാൻ തറവാട് സ്വത്തുപോലെ കൊടുക്കുന്ന സ്വർഗം, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി, നിങ്ങൾ സൽക്കർമ്മം ചെയ്തതുകൊണ്ട്, വിശ്വാസം മാത്രമല്ല അതിനനുസൃതമായ നല്ല നല്ല കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തരുന്ന സ്വർഗമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസികളോട്, സൽക്കർമ്മകാരികളോട് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരാണ് സ്വർഗത്തിൽ താമസിക്കുക. ആ സ്വർഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അമല് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എത്ര വിശിഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. വിശുദ്ധ ഖുർആൻ തന്നെ 3 സ്ഥലങ്ങളിൽ ഒരേപോലെ ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമാണ് നിഅമ അജ്റുൽ ആമിലീൻ. നിഅമ അജ്റുൽ ആമിലീൻ, അമല് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എത്ര ശ്രേഷ്ഠം, എത്ര വിശിഷ്ടം എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 136-ലും, ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 58-ലും, ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 74-ലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണത്. സൂറത്തുൽ അൻകബൂത്തിൽ 58-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന ആമനൂ, യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിച്ചു എന്ന് പറഞ്ഞു വെറുതെ നോക്കിയിരിക്കുകയല്ല, അവരുടെ സ്വഭാവത്തിലും അവരുടെ സമീപനത്തിലും അവരുടെ സൽക്കർമ്മങ്ങളിലും അവരുടെ ദിക്റുകളിലും ഇടപാടുകളിലും ഇടപെടലുകളിലും അതിനനുസൃതമായ കർമ്മങ്ങൾ അവർ ചെയ്യുകയാണ് എങ്കിൽ ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഖുറഫാ, അവർക്ക് സ്വർഗ്ഗത്തിൽ നല്ല നല്ല സൗധങ്ങൾ നാം പണിതു കൊടുക്കും. ആ സൗധങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അത് താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളായിരിക്കും. ഖാലിദീന ഫിഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറയാണ്, നിഅമ അജ്റുൽ ആമിലീൻ, നിഅമ അജ്റുൽ ആമിലീൻ, നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് കിട്ടുന്ന ആ പ്രതിഫലം എത്ര വിശിഷ്ടമാണ്, എത്ര നല്ല പ്രതിഫലമാണ്. ആ പ്രതിഫലം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈമാനിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ചെയ്യുന്ന ഒരു നന്മയും പാഴാവുകയില്ല. നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനനുസൃതമായ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 40-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അല്ലാഹു ഒരു അണു അളവ് പോലും അനീതി കാണിക്കുകയില്ല. വഇൻ തകു ഹസന, നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ യുളാഇഫ്ഹാ, ഇരട്ടി ഇരട്ടിയായി അത് നിങ്ങൾക്ക് കിട്ടും. വയുതി മിൻ ലദുൻഹു അജ്റൻ അളീമ, അവന്റെ പക്കൽ നല്ല നല്ല പ്രതിഫലം അതിന് നിങ്ങൾക്ക് അല്ലാഹു തരും എന്നാണ്
വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. ആ കർമ്മങ്ങളിൽ തന്നെ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, എന്നെന്നും നിലനിൽക്കുന്ന കർമ്മങ്ങൾ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. എന്താണ് സഹോദരങ്ങളെ അത്? വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു. അൽ കഹ്ഫ് സൂറയിലെ 46-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരം മാത്രമാണ്. നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളുമൊക്കെ ഐഹിക ജീവിതത്തിൽ ഒരു അലങ്കാരമായി, ഒരു ഭംഗിയായി അള്ളാഹു തന്നിട്ടുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ, ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ, നിന്റെ റബ്ബിന്റെ അടുക്കൽ നല്ല പ്രതിഫലം കിട്ടുന്നവയാണ്, വ ഖൈറുൻ അമല, നല്ല പ്രതീക്ഷയ്ക്ക് വകയുള്ളതുമാണ്. നല്ല പ്രതിഫലം കിട്ടുന്ന, നല്ല പ്രതീക്ഷിക്കാൻ പറ്റുന്ന, പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ള നല്ല കർമ്മങ്ങൾ ഏതാണെന്നോ അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന കർമ്മങ്ങളാണ് എന്ന് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പഠിപ്പിച്ചുവെങ്കിൽ തൊട്ടടുത്ത സൂറത്തിൽ 19-ാം അധ്യായം സൂറത്തു മറിയം 76-ൽ ഒന്നുകൂടി അള്ളാഹു പറഞ്ഞു, വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറും മറദ്ദാ, തീർച്ചയായും ഉത്തമമായ പ്രതിഫലമുള്ളതും നന്നായി തിരിച്ചു കിട്ടുന്നതും അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്താണ്. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? അത് നിങ്ങൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റുന്ന, തിരിച്ചു കെട്ടുമെന്ന് ഉറപ്പിക്കാവുന്ന, ധാരാളം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഈ 2 ആയത്തുകൾ, അതിൽ ഒന്നാമത്തേതിൽ അള്ളാഹു പറഞ്ഞു, 2ലും അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ട് എന്ന്. ഒന്നാമത്തേതിൽ അധികരിപ്പിച്ചു പറഞ്ഞു ഖൈറുൻ അമല, നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന്. 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഖൈറും മറദ്ദ, ഉത്തമമായ പരിണാമമുള്ളത്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് എന്ന് അള്ളാഹു പറഞ്ഞുവെങ്കിൽ, വിശ്വാസികളായ നമ്മുടെ കൂടെ എപ്പോഴും നിലനിൽക്കുന്ന, എപ്പോഴും ഉപകാരപ്പെടുന്ന, നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു അസ്സലവാത്തുൽ ഖംസ്. അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്നെന്നും നിലനിൽക്കുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരമാണ്. ഒരു വിശ്വാസി ജീവിതത്തിൽ നിർബന്ധമായും ദിനേന ചെയ്തു തീർക്കേണ്ടുന്ന നിർബന്ധ നമസ്കാരങ്ങൾ, 5 നേരത്തെ നമസ്കാരങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന മറ്റൊരു വാചകത്തിൽ കാണാം, അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു, ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 കലിമത്തുകളാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. സുബ്ഹാനല്ലാഹ് തസ്ബീഹ്, അൽഹംദുലില്ലാഹ് തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ, അല്ലാഹു അക്ബർ തക്ബീർ. ഈ 4 കലിമത്തുകളാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 കലിമത്തുകളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ഏറെ ശ്രേഷ്ഠകരമായ കലിമത്തായി പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള കലിമത്തുകൾ 4, അവ 4 എണ്ണമാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത, അതിൽ ഏത് ആദ്യം ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല, അതിനൊരു ക്രമമൊന്നുമില്ല. ഈ 4 കലിമത്തുകൾ, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, 4 കലിമത്തുകൾ ചൊല്ലുന്നത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലിഅൻ നഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ്. സൂര്യൻ ഉദിച്ച് ഈ ലോകത്ത് എന്തൊക്കെയാണോ നേരം പുലരുമ്പോ ഉണ്ടാവുക, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ 4 കലിമത്ത് എനിക്ക് പറയാൻ സാധിക്കലാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ഈ 4 കലിമത്ത് എനിക്ക് പറയാൻ സാധിച്ചാൽ ഞാൻ ജീവിതത്തിൽ സന്തോഷവാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഓരോന്നിന്റെയും പ്രത്യേകത, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത, സുബ്ഹാനല്ലാഹയുടെ പ്രത്യേകത, അൽഹംദുലില്ലാഹയുടെ പ്രത്യേകത, അല്ലാഹു അക്ബറിന്റെ പ്രത്യേകത പറയുന്ന നിരവധി ഹദീസുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, എന്താണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ?
അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഒന്നുകൂടി അധികമുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നതിന് പുറമെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന കാര്യം കൂടി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്ന രക്ഷാ കവചമാണ് ബാഖിയാത്തു സ്വാലിഹാത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖുദൂ ജുന്നതകും, നിങ്ങളെല്ലാവരും രക്ഷാകവചം സ്വീകരിച്ചു കൊള്ളുക, നിങ്ങളെല്ലാവരും തടയിണ സ്വീകരിച്ചു കൊള്ളുക. ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അമിൻ അദുവിൻ ഹലർ, ശത്രുക്കൾ വന്നിട്ടുണ്ടോ? എന്തിനാണ് താങ്കൾ രക്ഷാകവചം സ്വീകരിക്കാൻ പറഞ്ഞത്? എന്തിനാണ് പടയങ്കി അണിയാൻ പറഞ്ഞത്? എന്തിനാണ് പരിച കയ്യിൽ പിടിക്കാൻ പറഞ്ഞത്? ശത്രുക്കൾ വന്നണഞ്ഞിട്ടുണ്ടോ റസൂലേ? ഖാല, റസൂലുള്ള പറഞ്ഞു, ലാ, ശത്രുക്കൾ വന്നിട്ടില്ല. വലാകിൻ ജുന്നത്തുകും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള തടയണ, നരകത്തിൽ നിന്നുള്ള പരിച, നരകത്തിൽ നിന്നുള്ള രക്ഷാകവചം പടയങ്കി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഖൗലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 കലിമത്തുകളാണ് രക്ഷാകവചം. ഫഇന്നഹുന്ന, അവയുണ്ടല്ലോ, യഅതീന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വരും, മുനജ്ജിയാത്ത് വമുഅഖിബാത്ത് വഹുന്നൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങളുടെ കൂടെ അണിനിരക്കാൻ നാളെ പരലോകത്ത് ഈ 4 കലിമത്തുകൾ വരും. വഹുന്നൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ഈ 4 കലിമത്തുകൾ ബാഖിയാത്തു സ്വാലിഹാത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ. 4 കലിമത്തുകൾ അല്ല, 5 കലിമത്തുകൾ എന്ന് അല്ല, 5 നേരത്തെ നമസ്കാരം കൂടി അതിൽ ഉൾപ്പെടുമെന്ന്. എന്നാൽ ഇവ മാത്രമല്ല, ഒരു വിശ്വാസി ചെയ്യുന്ന ഏത് കർമ്മവും അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന പട്ടികയിലേക്ക് ഉൾപ്പെടും എന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ മരിച്ചാലും നമുക്ക് പ്രതിഫലം കിട്ടുന്ന, നമ്മുടെ കർമ്മം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഗുണമെത്തുന്ന അത്തരം കർമ്മങ്ങളാണെങ്കിൽ അവ നിർബന്ധമായും അൽ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഉൾപ്പെടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ദിക്റുല്ലാഹ്, ദിക്റുകളെല്ലാം അതിൽ ഉൾപ്പെടും. ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തബാറക്കല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്സല്ലല്ലാഹു അലാ റസൂലില്ലാഹ് വസ്സിയാം വസ്സലാത്ത് വൽ ഹജ്ജ് വസ്സദഖ വൽ ഇത്ഖ് വൽ ജിഹാദ് വസ്സില. അദ്ദേഹം എണ്ണി പറയുകയാണ്, കുടുംബബന്ധം ചേർക്കൽ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, അടിമയെ മോചിപ്പിക്കൽ, ദാനധർമ്മം ചെയ്യൽ, നോമ്പ്, നമസ്കാരം, സ്വദഖ, ഉംറ, ഹജ്ജ് എല്ലാം ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഉൾപ്പെടും എന്നാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇത്തരം ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, വഹാദാ യശ്മലു ജമീഉ തആത്തി വൽ വാജിബത്തി വൽ മുസ്തഹബ്ബ മിൻ ഹുഖൂഖില്ലാ. അല്ലാഹുവിന് ഇഷ്ടമുള്ള, അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ തീർക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ഏത് ഇബാദത്തുകളും അതിൽ ഉൾപ്പെടും. വഹുഖൂഖി ഇബാദിഹി, അടിമകളോടുള്ള ബാധ്യതകൾ, കുടുംബബന്ധം ചേർക്കൽ പോലുള്ള, ദാനധർമ്മം പോലുള്ള, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പോലുള്ള ഏത് സൽക്കർമ്മങ്ങളും ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഉൾപ്പെടും എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. ഇമാം ശൻഖീത്തി റഹിമഹുല്ലാ പറഞ്ഞു, വഅഖ്വാലുൽ ഉലമാഇ ഫിൽ ബാഖിയാത്തി സ്വാലിഹാത്ത്, ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ മുഴുവൻ വാചകങ്ങളും എടുത്തു നോക്കുമ്പോൾ കുല്ലുഹാ റാജിഅത്തുൻ ഇലാ ഷൈഇൻ വാഹിദ്, എല്ലാം ഒന്നിലേക്ക് നമുക്ക് ചേർത്തി പറയാം. വഹുവ അൽ അഅമാലുല്ലതി തുർലില്ലാഹ്, അല്ലാഹുക്ക് ഇഷ്ടമുള്ള ഏത് കർമ്മവും, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഏത് കർമ്മം ചെയ്താലും അതിന് നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാം, അതിന് നമുക്ക് അങ്ങേയറ്റത്തെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കർമ്മമായി സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ,
അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ കൂടിയുണ്ടെങ്കിലേ പരലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മരിച്ചു കിടക്കുന്ന വ്യക്തികളെ നോക്കി ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് 2 റക്അത്തെങ്കിലും ജീവിതത്തിൽ അധികമുണ്ടായിരുന്നെങ്കിൽ എന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നും ഖബറിനെ നോക്കി ഇതുപോലെ ഖബറിൽ കിടക്കേണ്ടി വരുന്ന ദിവസത്തിനു വേണ്ടി നന്നായി ഒരുങ്ങണം എന്ന് അവിടുന്ന് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു എന്നും ധാരാളം സൽക്കർമ്മങ്ങളോടെ ചെന്നവൻ പോലും കുറഞ്ഞുപോയോ എന്ന് ചിന്തിക്കുന്ന ദിവസമാണ് പാരത്രിക ലോകമെന്നും സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നും അതിൽ തന്നെ അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളവ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്നും അതിൽ പ്രധാനമായും ഉൾപ്പെടുക 5 നേരത്തെ നമസ്കാരവും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റുകളുമാണ് എന്നുമൊക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു അധ്യായത്തിൽ സൂറത്തുൽ ഖാരിഅയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത് എന്താണ്? ഈ ലോകം തന്നെയും അവസാനിക്കുന്ന ഭീകരമായ ഭയാനകമായ ആ രംഗം ആദ്യമായി അല്ലാഹു അയവിറത്തു. അൽ ഖാരിഅ, ആ ഭയങ്കരമായ സംഭവം. മൽ ഖാരിഅ, എന്താണ് മുഴുവൻ മനുഷ്യരെയും മുട്ടിവിളിക്കുന്ന തകർത്തെറിയുന്ന ആ ഭയങ്കര സംഭവം? വമാ അദ്റാക മൽ ഖാരിഅ, ആ സംഭവം എന്തെന്ന് നിനക്കറിയുമോ? നിനക്ക് വിവരം നൽകുന്ന വിഷയം എന്താണ്? യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്, മനുഷ്യർ ചിന്നിച്ചിതറിയ പാറ്റകളെപ്പോലെ നെട്ടോട്ടമോടുന്ന ദിവസമാണത്. വതകൂനുൽ ജിബാലു കൽഹിനിൽ മൻഫൂഷ്, പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത രോമം പോലെ പാറിപ്പോകുന്ന ദിവസമാണത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫഅമ്മാ മൻ സഖുലത് മവാസീനു, ആരുടെ നന്മയാണോ അന്ന് മീസാനിൽ ഖനം തൂങ്ങുന്നത്, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ തൃപ്തകരമായ സംതൃപ്തിയുള്ള സ്വർഗമെന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കും. വഅമ്മാ മൻ ഖഫത് മവാസീനു, ആരുടെ നന്മയുടെ ഭാഗം ഖനം കുറഞ്ഞു പോയോ, ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയത്താണ്. വമാ അദ്റാക മാ ഹിയ, എന്താണതെന്ന് നിനക്കറിയുമോ? നാറുൻ ഹാമിയ, അത് ചൂടേറിയ നരകമാണ്, ആളിക്കത്തുന്ന തീയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, ആ മീസാനിലേക്ക് അമലുകൾ ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലുള്ള, സുബ്ഹാനല്ലാഹ് പോലുള്ള, അൽഹംദുലില്ലാഹ് പോലുള്ള, അല്ലാഹു അക്ബർ പോലുള്ള, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പോലുള്ള ദിക്റുകൾ ആ മീസാനിൽ ഉണ്ടാകണം. നമ്മുടെ നമസ്കാരം, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ദുആവുകൾ, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ ദാനധർമ്മം, നമ്മുടെ രാത്രി നമസ്കാരം, നാം ചെയ്യുന്ന സുന്നത്തും നിർബന്ധവുമായ എല്ലാ സൽക്കർമ്മങ്ങളും ആ മീസാനിൽ നിറക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് സന്തോഷകരമായ സ്വർഗമാണ്. അല്ലെങ്കിൽ നന്മകൾ കുറഞ്ഞു പോയാൽ ഭയാനകമായ ഭീകരമായ നരകമാണ് എന്ന് ഖുർആൻ താക്കീത് നൽകുകയാണ്. അല്ലാഹുവേ, നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഭയാനകമായ നരകത്തീയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. യഥാർത്ഥ വിശ്വാസവും ആത്മാർത്ഥമായ സൽക്കർമ്മങ്ങളും ഒന്നിക്കുന്ന സൽക്കർമ്മകാരികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.